ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിലോപ്പിയ ഫിഷ് ഫില്ലറ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫില്ലറ്റായിട്ട് മേടിക്കുന്ന സിലോപ്പിയ അത് നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ട് ചെറുതായിട്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ മുറിച്ച് വൃത്തിയാക്കി എടുത്തേക്കണതാണ് ഇത്. അപ്പോൾ രണ്ടെണ്ണമാണ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ മുറിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഇതാണ്. നല്ല ടേസ്റ്റിയുമാണ്. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഈ ഫില്ലറ്റ് നമ്മൾ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി, ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ്, ഞാനൊരു 1/2 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ അതോടൊപ്പം നമ്മൾ ഇടുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ തന്നെ നമ്മുടെ കുരുമുളക് പൗഡറാണ്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ചേർത്തേക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ എരിവുള്ള മുളക് പൊടി, സാദാ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ പ്രത്യേകമായിട്ട് ചേർക്കുന്നത് നമ്മുടെ കായപ്പൊടി ഇല്ലേ, കായപ്പൊടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് ചെയ്തിട്ട് നല്ലതായിരുന്നു. അപ്പോൾ അതും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ഒരു നുള്ളു കുറച്ചിട്ട് കൊടുത്തിട്ട് അത് ഇട്ട്, പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില, ഒരു 3-4 കറിവേപ്പില ഇട്ട്, പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഞാനൊരു ചെറിയ നാരങ്ങ, ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞെടുത്ത് വെച്ചേക്കണതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ഇടാവുന്നത് ഒരു രണ്ട് ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്ത് റെഡിയാക്കി ഏതാണ്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ നമ്മളിതൊന്ന് സെറ്റായി നന്നായിട്ടൊന്ന് ഈ മസാല പിടിക്കാൻ വേണ്ടി വെക്കണം. ഓക്കെ, ഇത്ര ചെയ്ത് ഇത് നമുക്ക് റെഡി ആകാൻ വേണ്ടി വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെച്ച് എല്ലാം ഒന്ന് പിടിച്ച് മസാലയൊക്കെ പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിലേക്കൊരു പാൻ വെച്ച് അതിൽ ആവശ്യത്തിന് വേണ്ട എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ആദ്യമായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കാറുണ്ട്. നല്ല ഫ്ലേവറിന് വേണ്ടിയാണ് അങ്ങനെ ചേർക്കുന്നത്. അപ്പം ഇത് ഓരോന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റിയാണ്. ഈ സിലോപ്പിയുടെ ഫില്ലറ്റ് നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെക്കും. നല്ല ഈസിയാണ്. നമുക്ക് ഈ സാധനം ഈ ഫില്ലറ്റ് നമുക്ക് അസ്തേന്നോ അതുപോലെ തന്നെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ നമുക്കിത് മേടിക്കാൻ കിട്ടും. വേറെ വലിയ കൂടുതൽ പണിയൊന്നുമില്ല. എളുപ്പം നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം. ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ജോലി കഴിഞ്ഞൊന്ന് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു വഴിയാണിത്. അപ്പം ഇനി ഇത് നമ്മൾ എന്ത് പറഞ്ഞാൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ ഒരു ദിവസം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നോക്കണം. നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. കാണാൻ നല്ല സൂപ്പറാണ്. ടേസ്റ്റ് സൂപ്പറായിരിക്കും. കാരണം ഞാനിത് കഴിഞ്ഞ് ഉണ്ടാക്കി നോക്കിയതാണ്. പരീക്ഷിച്ച് വിജയിച്ചിട്ടാണ് ഇത് കിട്ടുന്നത്. നമ്മളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഫിഷ് ഫില്ലറ്റ് ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാം. അപ്പോൾ നമ്മുടെ ഫില്ലറ്റ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സൂപ്പർ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് ഒക്കെ പറയണം. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ അതും പറയണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.